പ്രിയപ്പെട്ടവരെ നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MA മലയാളം 4ാം സെമസ്റ്ററിലെ ആധുനികാനന്തര സാഹിത്യ സിദ്ധാന്തങ്ങൾ എന്ന പേപ്പറിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ 2ാമത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എസ്സേ ചോദ്യങ്ങളാണ്. കൃതിയിൽ എഴുത്തുകാരനുണ്ടായിരുന്ന സമഗ്ര ആധിപത്യത്തെ തിരസ്കരിക്കുന്ന നിലപാടാണ് സാഹിത്യ വിമർശനത്തിൽ റൊളാങ് ബാർത്ത് സ്വീകരിച്ചത്. ഈ അഭിപ്രായത്തെ മുൻനിർത്തി ബാർത്തിൻ്റെ പ്രധാന വിമർശന സങ്കല്പങ്ങളെ വിശകലനം ചെയ്യുക. 20ാം നൂറ്റാണ്ടിലെ സാഹിത്യ വിമർശന രംഗത്ത് വിപ്ലവാത്മകമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന പ്രമുഖ ചിന്തകനാണ് റൊളാങ് ബാർത്ത്. ഘടനാവാദത്തിൽ നിന്ന് ഘടനാ വിരുദ്ധതയിലേക്കും ആധുനികാനന്തര ചിന്തകളിലേക്കുമുള്ള സാഹിത്യ വിമർശനത്തിൻ്റെ സംക്രമണ ഘട്ടത്തിൽ ബാർത്തിൻ്റെ സിദ്ധാന്തങ്ങൾ നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട്. ഘടനാവാദത്തിൽ നിന്ന് ഘടനാ വിരുദ്ധതയിലേക്കും ആധുനികാനന്തര ചിന്തകളിലേക്കുമുള്ള സാഹിത്യ വിമർശനത്തിൻ്റെ സംക്രമണ ഘട്ടത്തിൽ ബാർത്തിൻ്റെ സിദ്ധാന്തങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട്. പരമ്പരാഗത സാഹിത്യ വിമർശനത്തിൽ കൃതിയുടെ അർത്ഥകേന്ദ്രമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്ന എഴുത്തുകാരൻ, ഓദർ എന്ന ആധിപത്യ രൂപത്തെ നിഷേധിച്ച് പാഠത്തിനും ടെക്സ്റ്റിനും വായനക്കാരൻ, റീഡറിനും പ്രാധാന്യം നൽകുന്ന ഒരു പുതിയ വിമർശന ശൈലി അദ്ദേഹം രൂപപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ എഴുത്തുകാരന് ആധിപത്യത്തെ നിഷേധിച്ചു, അതുപോലെ അതിന് പകരമായിട്ട് പാഠത്തിനും വായനക്കാരൻ, ടെക്സ്റ്റിനും റീഡറിനും പ്രാധാന്യം നൽകുന്ന ഒരു വിമർശന ശൈലി രൂപപ്പെടുത്തിയത് ബാർത്തായിരുന്നു. ഗ്രന്ഥകർത്താവിൻ്റെ മരണം, ദ ഡെത്ത് ഓഫ് ദ ഓദർ, 1967 ഈ ലേഖനം അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നത്. ഇതിൽ ബാർത്ത് വാദിക്കുന്നത് കൃതിയുടെ അർത്ഥം നിർണ്ണയിക്കാനുള്ള പരമാധികാരം ഗ്രന്ഥകർത്താവിനില്ല എന്നാണ്. ഒരു കൃതിയുടെ അർത്ഥം നിർണ്ണയിക്കാനുള്ള പരമാധികാരം ഗ്രന്ഥകർത്താവിന് ഇല്ല. പരമ്പരാഗത കാഴ്ചപ്പാടിൻ്റെ വിമർശനമായിരുന്നു ഇത്. പരമ്പരാഗത വിമർശനം ഒരു കൃതിയുടെ അർത്ഥം മനസ്സിലാക്കാൻ ഗ്രന്ഥകർത്താവിൻ്റെ ജീവചരിത്രം, വ്യക്തിത്വം, മനഃശാസ്ത്രം, ഉദ്ദേശ്യം എന്നിവ ആശ്രയിച്ചിരിക്കുന്നു എന്നതാണ്. എന്നാൽ ഇത് ഒരു കൃതിയുടെ സാധ്യതകളെ പരിമിതപ്പെടുത്തുന്നു എന്ന് ബാർത്ത് ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ഗ്രന്ഥകർത്താവിൻ്റെ ജീവചരിത്രം, വ്യക്തിത്വം, മനഃശാസ്ത്രം, ഉദ്ദേശ്യം എന്നിവയെ ആശ്രയിച്ചാണ് ആദ്യകാലങ്ങളിൽ വിമർശനം നടത്തിയിരുന്നത്. എന്നാൽ ഇത് കൃതിയുടെ സാധ്യതകളെ പരിമിതപ്പെടുത്തുന്നു. എഴുത്തുകാരനിൽ നിന്ന് പാഠത്തിലേക്ക്. എഴുത്തുകാരൻ എഴുതി കഴിയുന്നതോടെ കൃതിയുമായുള്ള അയാളുടെ ബന്ധം വിച്ഛേദിക്കപ്പെടുകയാണ്. എഴുത്തുകാരൻ എഴുതി കഴിയുന്നതോടെ കൃതിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം ഇല്ലാതെയാകുന്നു. പിന്നീടത് വായനക്കാരൻ്റെയും ഭാഷയുടെയും ലോകത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഭാഷയുടെയും ലോകത്തിലേക്ക് പ്രവേശിക്കുന്നു. ഭാഷയുടെ സ്വയം ഭരണാധികാരം. സംസാരിക്കുന്നത് എഴുത്തുകാരനല്ല, ഭാഷയാണ്. ലാംഗ്വേജ് സ്പീക്സ് നോട്ട് ദ ഓദർ. ലാംഗ്വേജാണ് സംസാരിക്കുന്നത്, എഴുത്തുകാരനല്ല എന്നാണ് ബാർത്ത് വ്യക്തമാക്കുന്നത്. സംസാരിക്കുന്നത് എഴുത്തുകാരനല്ല, ഭാഷയാണ്. ഭാഷയ്ക്ക് നിലവിലുള്ള ചിഹ്നങ്ങളുടെയും സംസ്കാരത്തിൻ്റെയും ഒരു കൂട്ടായ്മയുണ്ട്. ഭാഷയ്ക്ക് നിലവിലുള്ള ചിഹ്നങ്ങളുടെയും സംസ്കാരത്തിൻ്റെയും ഒരു കൂട്ടായ്മയുണ്ട്. എഴുത്തുകാരൻ അതിലെ ഘടകങ്ങൾ പുനഃസംഘടിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. സ്ക്രിപ്റ്റർ സങ്കല്പം. എഴുത്തുകാരൻ ആദിമ സൃഷ്ടാവല്ല, ക്രിയേറ്റർ അല്ല, മറിച്ച് ഒരു സ്ക്രിപ്റ്റർ മാത്രമാണ്. എഴുത്തുകാരൻ ഒരു ക്രിയേറ്റർ അല്ല, സ്ക്രിപ്റ്റർ മാത്രമാണ്. സ്ക്രിപ്റ്ററും പാഠവും ഒരേ സമയമാണ് ഉണ്ടാകുന്നത്. സ്ക്രിപ്റ്ററും പാഠവും ഒരേ സമയം ഉണ്ടാകുന്നവയാണ്. 3ാമത്തെ പോയിന്റ്, കൃതിയിൽ നിന്ന് പാഠത്തിലേക്ക്, ഫ്രം വർക്ക് ടു ടെക്സ്റ്റ്. റൊളാങ് ബാർത്ത് സാഹിത്യ വിമർശനത്തിന് നൽകിയ മറ്റൊരു പ്രധാന സംഭാവനയാണ് വർക്ക്, കൃതി അല്ലെങ്കിൽ ടെക്സ്റ്റ്, പാഠം എന്നിവ. 2 പ്രധാനപ്പെട്ട സംഭാവനകളാണ്. വർക്ക് എന്നാൽ കൃതിയാണ്, ടെക്സ്റ്റ് എന്നാൽ പാഠമാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം പറയുന്നുണ്ട്. എന്താണ് വർക്ക് അല്ലെങ്കിൽ കൃതി? ഭൗതികമായിട്ടുള്ള ഒന്നാണ് പുസ്തകം. അത് ഷെൽഫിൽ സൂക്ഷിക്കാവുന്നതും മാറ്റമില്ലാത്തതും ഏകീകൃത അർത്ഥമുള്ളതുമാണ്. എഴുത്തുകാരൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് വർക്ക് എന്നത്. ഭൗതികമായ ഒന്നാണ് പുസ്തകം, അത് ഷെൽഫിൽ സൂക്ഷിക്കാവുന്നതും മാറ്റമില്ലാത്തതും ഏകീകൃത അർത്ഥമുള്ളതുമാണ്. എഴുത്തുകാരൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് വർക്ക്. എന്താണ് ടെക്സ്റ്റ് അഥവാ പാഠം? വായനയുടെ പ്രക്രിയയിൽ രൂപപ്പെടുന്ന
അർത്ഥപ്രപഞ്ചമാണത്. വായനയുടെ പ്രക്രിയയിൽ രൂപപ്പെടുന്ന അർത്ഥപ്രപഞ്ചമാണ് പാഠം എന്നത്. പാഠം ഒരൊറ്റ അർത്ഥത്തിൽ ഒതുങ്ങുന്നില്ല. ഒരൊറ്റ അർത്ഥമല്ല പാഠത്തിനുള്ളത്. അത് അനേകം അർത്ഥങ്ങളുടെയും സംസ്കാരങ്ങളുടെയും സംഗമസ്ഥാനമാണ്. പാഠം എന്നത് ഒരൊറ്റ അർത്ഥമുള്ളതല്ല, അത് അനേകം അർത്ഥങ്ങളുടെയും സംസ്കാരങ്ങളുടെയും സംഗമസ്ഥാനമാണ്. നാലാമത്തേത് വായനക്കാരൻ്റെ ജനനം, ദ ബർത്ത് ഓഫ് ദ റീഡർ. ഗ്രന്ഥകർത്താവിൻ്റെ മരണം വായനക്കാരൻ്റെ ജനനത്തിന് കാരണമാകുന്നു. ഗ്രന്ഥകർത്താവ് മരിക്കുമ്പോൾ വായനക്കാരൻ ജനിക്കുന്നു എന്ന് ബാർത്ത് പറയുന്നു. എഴുത്തുകാരൻ്റെ ആധിപത്യം അവസാനിക്കുമ്പോൾ മാത്രമാണ് വായനക്കാരന് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. എഴുത്തുകാരൻ്റെ ആധിപത്യം അവസാനിക്കുമ്പോൾ മാത്രമാണ് വായനക്കാരന് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് എന്ന് പറയുന്നു. ഒരു പാഠം ഉൾക്കൊള്ളുന്ന വൈവിധ്യമാർന്ന അർത്ഥസങ്കലനങ്ങൾ ചെന്നെത്തുന്നത് വായനക്കാരനിലേക്കാണ്. ഒരു പാഠം ഉൾക്കൊള്ളുന്ന വൈവിധ്യമുള്ള അർത്ഥസങ്കലനങ്ങൾ ചെന്നെത്തുന്നത് വായനക്കാരനിലേക്കാണ്. അർത്ഥനിർമ്മാണം നടക്കുന്നത് എഴുത്തുകാരൻ്റെ മനസ്സിലല്ല, മറിച്ച് വായനക്കാരൻ്റെ വായനാനുഭവത്തിലൂടെയാണ്. അർത്ഥനിർമ്മാണം നടക്കുന്നത് എഴുത്തുകാരൻ്റെ മനസ്സിനല്ല, മറിച്ചത് വായനക്കാരൻ്റെ വായനാനുഭവത്തിലാണ്. അഞ്ചാമത്തെ പോയിന്റ്, രചനാത്മക വായനയും ഉപഭോഗ വായനയും. ബാർത്ത് പാഠങ്ങളെ രണ്ടായി തിരിക്കുന്നു. ഒന്ന്, ഉപഭോഗ പാഠം. വായനക്കാരൻ അവിചാരിതമായി സജീവമായി സ്വീകരിക്കുന്ന പാഠങ്ങൾ. ഇവ പരമ്പരാഗത ശൈലിയിലുള്ളതും ഒരൊറ്റ അർത്ഥത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതുമാണ്. ഉപഭോഗ പാഠം എന്നത് പറയുന്നത് പരമ്പരാഗത ശൈലിയിലുള്ളതാണ്, ഒരൊറ്റ അർത്ഥത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. രണ്ടാമത്തെ പാഠമാണ് രചനാത്മക പാഠം എന്നത്. വായനക്കാരന് സജീവ പങ്കാളിത്തം നൽകുന്ന പാഠങ്ങളാണിത്. വായനക്കാരന് സജീവ പങ്കാളിത്തം നൽകുന്ന പാഠം. വായനക്കാരൻ സ്വയം ഒരു എഴുത്തുകാരനായി മാറി അർത്ഥങ്ങൾ നിർമ്മിക്കാൻ ഇത്തരത്തിലുള്ള പാഠങ്ങൾ പ്രേരിപ്പിക്കുന്നു. വായനക്കാരൻ സ്വയം ഒരു എഴുത്തുകാരനായി മാറി സ്വന്തമായി അർത്ഥങ്ങൾ നിർമ്മിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ചിഹ്നവിജ്ഞാനീയപരമായ സമീപനമാണ് ആറാമത്തേത്. സെമിയോട്ടിക് അനാലിസിസ് എന്ന് പറയും. മെത്തോളജീസ് എന്ന കൃതിയിലാണ് ഈ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത്. ഒരു ജനപ്രിയ സംസ്കാരത്തിലെയും മാധ്യമങ്ങളിലെയും പ്രതിരൂപങ്ങളെ ചിഹ്നവിജ്ഞാനീയപരമായി വിശകലനം ചെയ്യുകയാണ് അദ്ദേഹം. ജനപ്രിയ സംസ്കാരത്തിലെയും മാധ്യമങ്ങളിലെയും പ്രതിരൂപങ്ങളെ ചിഹ്നവിജ്ഞാനീയപരമായി ഈ കൃതിയിൽ മെത്തോളജീസിൽ വിശകലനം ചെയ്യുന്നു. സംസ്കാരം നിർമ്മിച്ചെടുക്കുന്ന വ്യാജ സത്യങ്ങളെയും പ്രത്യയശാസ്ത്രങ്ങളെയും ബാർത്ത് തുറന്നു കാട്ടുന്നു. സംസ്കാരം നിർമ്മിച്ചെടുക്കുന്ന വ്യാജമായ സത്യങ്ങളെയും പ്രത്യയശാസ്ത്രങ്ങളെയുമാണ് ബാർത്തിലൂടെ തുറന്നു കാട്ടുന്നത്. കൃതിയിലെ ഗ്രന്ഥകർത്താവിൻ്റെ സമഗ്ര ആധിപത്യത്തെ ഒഴിവാക്കുക വഴി സാഹിത്യ വിമർശനത്തെ കൂടുതൽ ജനാധിപത്യപരവും ബഹുസ്വരവുമാക്കാൻ ബാർത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അർത്ഥത്തിൻ്റെ ഏകമുഖമായ നിർവചനങ്ങളെ തകർത്ത് പാഠത്തെയും വായനക്കാരനെയും പ്രതിഷ്ഠിച്ചതിലൂടെ ആധുനികാനന്തര വിമർശന ശാഖയ്ക്ക് ശക്തമായ അടിത്തറ പാകാൻ അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്ക് സാധിച്ചു. അടുത്ത ചോദ്യം, മൂന്നാം ലോക രാജ്യങ്ങളിലെ പ്രധാന പോസ്റ്റ് കൊളോണിയൽ ചിന്തകന്മാരെയും അവരുടെ പ്രധാന സിദ്ധാന്തങ്ങളെയും കുറിച്ച് വിവരിക്കുക. സാമ്രാജ്യത്വത്തിൻ്റെയും കോളനി വാഴ്ചയുടെയും ആഘാതങ്ങളെയും അതിൻ്റെ സാംസ്കാരിക രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെയും വിശകലനം ചെയ്യുന്ന ചിന്താ പദ്ധതിയാണ് പോസ്റ്റ് കൊളോണിയലിസം അഥവാ ഉത്തര കൊളോണിയലിസം എന്നത്. സാമ്രാജ്യത്വത്തിൻ്റെയും കോളനി വാഴ്ചയുടെയും ആഘാതങ്ങളെയും അതിൻ്റെ സാംസ്കാരിക രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെയും വിശകലനം ചെയ്യുന്ന ചിന്താ പദ്ധതിയായിരുന്നു പോസ്റ്റ് കൊളോണിയലിസം. യൂറോപ്യൻ അധിനിവേശത്തിന് ഇരയായ മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്നുള്ള ചിന്തകരാണ് ഈ മേഖലയിൽ വിപ്ലവാത്മകമായ സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വച്ചത്. കോളനിവൽക്കരിക്കപ്പെട്ട ജനതയുടെ സ്വത്വ വീണ്ടെടുപ്പിനും സാംസ്കാരിക പ്രതിരോധത്തിനും ഇവരുടെ ചിന്തകൾ അടിത്തറയിട്ടു. കോളനിവൽക്കരിക്കപ്പെട്ട ജനതയുടെ സ്വത്വം വീണ്ടെടുക്കുന്നതിനും സാംസ്കാരിക പ്രതിരോധത്തിനും ഇവരുടെ ചിന്തകൾ അടിത്തറയിട്ടു. ഫ്രാൻസ് ഫനോൻ ഉത്തര കൊളോണിയൽ ചിന്തകരുടെ കൂട്ടത്തിൽ ഉത്തര കൊളോണിയൽ ചിന്തയുടെ പിതാവായിട്ടാണ് ഇദ്ദേഹത്തെ കണക്കാക്കുന്നത്. പോസ്റ്റ് കൊളോണിയൽ ചിന്തയുടെ പിതാവായിട്ട് ഇദ്ദേഹത്തെ നമുക്ക് കണക്കാക്കാം. അൾജീരിയയിലെ ഡോക്ടറും ചിന്തകനുമായിരുന്നു ഫ്രാൻസ് ഫനാൻ എന്നത്. അദ്ദേഹം അൾജീരിയൻ ഡോക്ടറും ചിന്തകനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ബ്ലാക്ക് സ്കിൻ, വൈറ്റ് മാസ്ക്, ദി റിച്ചേർഡ് ഓഫ് ദി എർത്ത്. പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങൾ നോക്കാം. മനോവിശ്ലേഷണവും വംശീയതയും. വെള്ളക്കാരൻ്റെ സംസ്കാരം അതീശത്വം പുലർത്തുമ്പോൾ കറുത്ത വർഗ്ഗക്കാരനിലുണ്ടാകുന്ന അപകർഷതാബോധത്തെയും സ്വത്വ പ്രതിസന്ധിയെയും കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു.
വെള്ളക്കാരൻ്റെ സംസ്കാരം അധീശത്വം പുലർത്തുമ്പോൾ കറുത്ത വർഗ്ഗക്കാരനിലുണ്ടാകുന്ന അപകർഷതാബോധത്തെയും സ്വത്ത് പ്രതിസന്ധിയെയും കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. കറുത്ത വർഗ്ഗക്കാരൻ വെള്ളക്കാരൻ്റെ മാസ്ക് ധരിക്കാൻ നിർബന്ധിതനാകുന്നു എന്ന് പറയുന്നു. കറുത്ത വർഗ്ഗക്കാരൻ വെള്ളക്കാരൻ്റെ മാസ്ക് ധരിക്കാൻ നിർബന്ധിതനാകുന്നു. രണ്ടാമത്തേത് അക്രമവും വിമോചനവുമാണ്. അത് തിയറി ഓഫ് വയലൻസ് എന്നറിയപ്പെടുന്നു. അക്രമവും വിമോചനവും. കോളനി വാഴ്ച അക്രമത്തിലൂടെ നിർമ്മിക്കപ്പെട്ട ഒന്നായതിനാൽ കോളനി വാഴ്ച അക്രമത്തിലൂടെ നിർമ്മിക്കപ്പെട്ട ഒന്നാണ്. അതിൽ നിന്നുള്ള വിമോചനം സായുധമായ പ്രതിരോധത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് അദ്ദേഹം വാദിക്കുന്നു. അപ്പോൾ കോളനി വാഴ്ച അക്രമത്തിലൂടെ നിർമ്മിക്കപ്പെട്ട ഒന്നായതുകൊണ്ട് അതിൽ നിന്നുള്ള വിമോചനം സായുധമായ പ്രതിരോധത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നാണ് ഫനാൻ വാദിച്ചത്. ഡീകൊളോണിയലൈസേഷൻ എന്നതാണ് മൂന്നാമത്തെ പോയിന്റ്. ഭൗതികമായ സ്വാതന്ത്ര്യം മാത്രം പോരാ, മറിച്ച് മനസ്സിൻ്റെയും സംസ്കാരത്തിൻ്റെയും വിമുക്തി അത്യാവശ്യമാണ്. ഡീകൊളോണിയലൈസേഷൻ ഓഫ് മൈൻഡ്, അതായത് ഭൗതികമായ സ്വാതന്ത്ര്യം മാത്രം പോരാ, മറിച്ച് മനസ്സിൻ്റെയും സംസ്കാരത്തിൻ്റെയും വിമുക്തി കൂടി അത്യാവശ്യമാണ്. അടുത്ത ഒരു എഴുത്തുകാരെ നോക്കാം. എഡ്വേർഡ് സെയ്ദ്. പലസ്തീനിയൻ അമേരിക്കൻ സൈദ്ധാന്തികനായ എഡ്വേർഡ് സെയ്ദ് ഉത്തര കൊളോണിയൽ വിമർശനത്തിന് കൃത്യമായ സൈദ്ധാന്തിക ചട്ടക്കൂട് നൽകി. അപ്പോൾ സെയ്ദാണ് ഉത്തര കൊളോണിയൽ വിമർശനത്തിന് ഒരു കൃത്യമായ സൈദ്ധാന്തിക ചട്ടക്കൂട് അവതരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതി 1978 പുറത്തിറങ്ങിയ ഓറിയൻ്റലിസമാണ്. പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങൾ നോക്കാം. ഓറിയൻ്റലിസം. പൗരസ്ത്യ ദേശങ്ങളെ പാശ്ചാത്യർ എങ്ങനെയാണ് കീഴ്പ്പെടുത്തിയതെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. പൗരസ്ത്യ ദേശങ്ങളെ എങ്ങനെയാണ് പാശ്ചാത്യർ കീഴ്പ്പെടുത്തിയത്? പാശ്ചാത്യ ലോകം പൗരസ്ത്യരെ ബുദ്ധിഹീനരും അപരിഷ്കൃതരും യുക്തിരഹിതമായി ചിത്രീകരിക്കുന്നു. അവരെ പാശ്ചാത്യ ലോകക്കാർ പൗരസ്ത്യരെ ബുദ്ധിഹീനരായിട്ട് അപരിഷ്കൃതരായിട്ട് യുക്തിരഹിതരായിട്ടൊക്കെയാണ് ചിത്രീകരിക്കുന്നത്. പക്ഷേ അതേസമയം അവരെ തന്നെ പരിഷ്കൃതരും യുക്തിവാദികളുമായി പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. സ്വയം അവർ പരിഷ്കൃതരാണ്, യുക്തിവാദികളാണ്. എന്നാൽ മറ്റുള്ളവരാകട്ടെ, പൗരസ്ത്യരാകട്ടെ ബുദ്ധിയില്ലാത്തവരാണ്, പരിഷ്കാരമില്ലാത്തവരാണ്, യുക്തിയില്ലാത്തവരാണ് ആയിട്ടൊക്കെയാണ് ചിത്രീകരിക്കുന്നതെന്ന് അദ്ദേഹം ഓറിയൻ്റലിസത്തിൽ പറയുന്നു. രണ്ടാമത്തേത് ജ്ഞാനവും അധികാരവുമാണ്. മിഷേൽ ഫൂക്കയുടെ ഡിസ്കോസ് എന്ന ആശയത്തെ മുൻനിർത്തി ഓറിയൻ്റലിസം എന്നത് പൗരസ്ത്യരെ ഭരിക്കാനും ആധിപത്യം സ്ഥാപിക്കാനുമായി പാശ്ചാത്യർ നിർമ്മിച്ചെടുത്ത ഒരു വിജ്ഞാന വ്യവസ്ഥയാണ് എന്ന് സെയ്ദ് വാദിക്കുന്നു. അപ്പോൾ ഓറിയൻ്റലിസം എന്നത് പൗരസ്ത്യരെ ഭരിക്കാനും ആധിപത്യം സ്ഥാപിക്കാനുമായി പാശ്ചാത്യർ നിർമ്മിച്ചെടുത്ത ഒരു വിജ്ഞാന വ്യവസ്ഥയാണ് എന്നാണ് സെയ്ദ് പറയുന്നത്. അടുത്ത ചിന്തകയെ നമുക്ക് നോക്കാം. ഗായത്രി ചക്രവർത്തി സ്പിവാക്. ഇവർ ഇന്ത്യൻ വംശജയായിട്ടുള്ള ഒരു പോസ്റ്റ് കൊളോണിയൽ ചിന്തകയാണ്. മാർക്സിസ്റ്റ് ഫെമിനിസ്റ്റ് വിമർശകയുമാണ് ഗായത്രി മാർക്സിസ്റ്റ് ഫെമിനിസ്റ്റ് വിമർശകയാണ്. ഉത്തര കൊളോണിയൽ ചിന്തക, പോസ്റ്റ് കൊളോണിയൽ ചിന്തകയാണ്. അവരുടെ പ്രധാനപ്പെട്ട ലേഖനം എന്ന് പറയുന്നത് ക്യാൻ ദ സബേർട്ടൻ സ്പീക്ക് ആണ്. ഇത് 1988 പുറത്തിറങ്ങിയത്. ക്യാൻ ദ സബേർട്ടൻ സ്പീക്ക്. അത് പ്രധാനപ്പെട്ട സങ്കല്പം കീഴാള സങ്കല്പമാണ്. സബാൾട്ടൻ സ്റ്റഡീസ് എന്ന് പറയും. ചരിത്രത്തിലും സാഹിത്യത്തിലും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ, പ്രത്യേകിച്ച് മൂന്നാം ലോക സ്ത്രീകളുടെ ശബ്ദം നിശബ്ദമാക്കപ്പെടുന്നു എന്നവർ പറയുന്നു. ചരിത്രത്തിലും സാഹിത്യത്തിലും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ, പ്രത്യേകിച്ച് മൂന്നാം ലോക സ്ത്രീകളുടെ ശബ്ദം നിശബ്ദമാക്കപ്പെടുന്നു. ഇരട്ട അടിച്ചമർത്തലാണ്. മൂന്നാം ലോക സ്ത്രീകൾ പാശ്ചാത്യ സാമ്രാജ്യത്താലും തദ്ദേശീയമായ പുരുഷാധിപത്യത്താലും ഒരേ സമയം അടിച്ചമർത്തപ്പെടുകയാണ്. മൂന്നാം ലോകത്തെ സ്ത്രീകൾ പാശ്ചാത്യ സാമ്രാജ്യത്താലും തദ്ദേശീയമായ പുരുഷാധിപത്യത്താലും ഒരേ സമയം അടിച്ചമർത്തപ്പെടുന്നു. വ്യാജ പ്രതിനിധാനം. കീഴാളർക്ക് സ്വന്തമായി സംസാരിക്കാൻ സാധിക്കുന്നില്ല. പകരം അധീശവർഗം അവർക്ക് വേണ്ടി സംസാരിക്കുകയും അവരുടെ ശബ്ദത്തെ പുനർനിർമ്മിക്കുകയും ചെയ്യുന്നു. കീഴാളർക്ക് സ്വന്തമായി സംസാരിക്കാൻ സാധിക്കുന്നില്ല. പകരം അധീശവർഗം അവർക്ക് വേണ്ടി സംസാരിക്കുകയും അവരുടെ ശബ്ദത്തെ പുനർനിർമ്മിക്കുകയും ചെയ്യുന്നു. മറ്റൊരു ചിന്തകനാണ് ഹോമി കെ ഭാവ. ഇന്ത്യൻ വംശജനായ ഉത്തര കൊളോണിയൽ ചിന്തകനാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതി 1994 പുറത്തിറങ്ങിയ ദ ലൊക്കേഷൻ ഓഫ് കൾച്ചറാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതി. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം ഹൈബ്രിഡിറ്റി അഥവാ സങ്കരത്വം എന്താണെന്ന് നോക്കാം. അധിനിവേശ സംസ്കാരവും തദ്ദേശീയ സംസ്കാരവും തമ്മിലുള്ള കൂട്ടിക്കലറിലൂടെ രൂപപ്പെടുന്ന സങ്കര സ്വത്വത്തെ ഭാഭ വിശകലനം ചെയ്യുന്നു. അധിനിവേശ സംസ്കാരവും
തദ്ദേശീയ സംസ്കാരവും തമ്മിലുള്ള കൂട്ടിക്കലരലിലൂടെ രൂപപ്പെടുന്ന സങ്കരസ്വത്വമാണ് ഹോമി കെ ഭാവ വിശദീകരിക്കുന്നത്. അനുകരണം, മിമിക്രി. അധിനിവേശം ചെയ്യപ്പെട്ടവർ കോളനി വാഴികളെ അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന വൈരുദ്ധ്യമാണ്. അപ്പോൾ അധിനിവേശം ചെയ്യപ്പെട്ടവർ കോളനി വാഴികളെ അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന വൈരുദ്ധ്യം. മൂന്നാമത്തേത് മൂന്നാം ഇടം, തേർഡ് സ്പേസ് ആണ്. സംസ്കാരങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഇടക്കാല സ്ഥലമാണ് മൂന്നാം ഇടം. സംസ്കാരങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന മൂന്നാമത്തെ ഇടം, ആ സ്ഥലത്തെയാണ്, ഇടക്കാല സ്ഥലമാണ് മൂന്നാമത്തെ ഇടം എന്ന് പറയുന്നത്. ഇവിടെ പഴയ രൂപങ്ങൾ തകരുകയും പുതിയ സാംസ്കാരിക അർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ പഴയ രൂപങ്ങൾ തകരുന്നു, പുതിയ സാംസ്കാരിക അർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്നുള്ള ഈ പോസ്റ്റ് കൊളോണിയൽ ചിന്തകർ പാശ്ചാത്യ കേന്ദ്രീകൃതമായ ചരിത്രത്തെയും സാഹിത്യത്തെയും പുനർവായനയ്ക്ക് വിധേയമാക്കുകയുണ്ടായി. മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്നുള്ള ഈ പോസ്റ്റ് കൊളോണിയൽ ചിന്തകർ പാശ്ചാത്യ കേന്ദ്രീകൃതമായിട്ടുള്ള ചരിത്രത്തെയും സാഹിത്യത്തെയും പുനർവായനയ്ക്ക് വിധേയമാക്കി. അവരുടെ ചിന്തകൾ മൂന്നാം ലോക രാജ്യങ്ങളിലെ രാഷ്ട്രീയ, സാഹിത്യ, വംശീയ പഠനങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകി. അടുത്ത ചോദ്യം നോക്കാം. കീഴാള പഠനത്തിന് അന്റോണിയോ ഗ്രാംഷിയുടെ സംഭാവനകൾ വിവരിക്കുക. 20-ാം നൂറ്റാണ്ടിലെ പ്രമുഖ ഇറ്റാലിയൻ മാർക്സിസ്റ്റ് ചിന്തകനും രാഷ്ട്രീയ പ്രവർത്തകനുമായ അന്റോണിയോ ഗ്രാംഷി കീഴാള പഠനങ്ങൾക്കും സബാൾട്ടൻ സ്റ്റഡീസ്, സംസ്കാര പഠനങ്ങൾക്കും നൽകിയ സംഭാവനകൾ അതീവ പ്രധാനമാണ്. അദ്ദേഹം ഒരു ഇറ്റാലിയൻ മാർക്സിസ്റ്റ് ചിന്തകനാണ് അന്റോണിയോ ഗ്രാംഷി. അദ്ദേഹം കീഴാള പഠനങ്ങൾക്കും സംസ്കാര പഠനങ്ങൾക്കും നൽകിയ സംഭാവനകൾ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. പരമ്പരാഗത മാർക്സിസത്തിൻ്റെ സാമ്പത്തിക നിർണയവാദത്തെ തിരുത്തിക്കുറിച്ചുകൊണ്ട് സംസ്കാരത്തിനും പ്രത്യയശാസ്ത്രത്തിനുമുള്ള പ്രാധാന്യം ഗ്രാംഷി ഉയർത്തിക്കാട്ടുകയുണ്ടായി. പരമ്പരാഗത മാർക്സിസത്തിൻ്റെ സാമ്പത്തിക നിർണയവാദത്തെ തിരുത്തിക്കുറിച്ചുകൊണ്ട് സംസ്കാരത്തിനും പ്രത്യയശാസ്ത്രത്തിനും ഉള്ള പ്രാധാന്യത്തെയാണ് അദ്ദേഹം ഉയർത്തിക്കാട്ടിയത്. ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ തടവറയിൽ കിടന്നെഴുതിയ പ്രിസൺ നോട്ട്ബുക്ക് എന്ന ഗ്രന്ഥമാണ് അദ്ദേഹത്തിൻ്റെ ചിന്തകളുടെ ആധാരം. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ് പ്രിസൺസ് നോട്ട്ബുക്ക്. ഇത് ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ തടവറയിൽ കിടന്ന് അദ്ദേഹം എഴുതിയ കൃതിയാണ്. സബാൾട്ടൺ എന്ന പദത്തിൻ്റെ രൂപീകരണം നോക്കാം. സബാൾട്ടൺ അഥവാ കീഴാളൻ എന്ന പദം സാഹിത്യത്തിലും സാമൂഹ്യശാസ്ത്രത്തിലും ഒരു പ്രധാന പഠന മേഖലയായി മാറിയത് ഗ്രാംഷിയുടെ ഇടപെടലിലൂടെയാണ്. ഇതൊരു പ്രധാനപ്പെട്ട പദമായി, പഠന മേഖലയായി മാറുന്നത്. സൈനിക വ്യവസ്ഥയിൽ താഴ്ന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന ഈ പദത്തെ സമൂഹത്തിലെ നിർണായകമായ അധികാരമില്ലാത്ത പാർശ്വവൽക്കരിക്കപ്പെട്ട ഗ്രൂപ്പുകളെ സൂചിപ്പിക്കാൻ ഗ്രാംഷി ഉപയോഗിച്ചു. സൈനിക വ്യവസ്ഥയിൽ താഴ്ന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന സബാൾട്ടൺ എന്ന പദം സമൂഹത്തിലെ നിർണായകമായ അധികാരമില്ലാത്ത പാർശ്വവൽക്കരിക്കപ്പെട്ട ഗ്രൂപ്പുകളെ സൂചിപ്പിക്കാനായിട്ട് അദ്ദേഹം ഉപയോഗിച്ചു. തൊഴിലാളി വർഗം, കർഷകർ, ആദിവാസികൾ, മറ്റു പാർശ്വവൽകൃത ജനവിഭാഗങ്ങൾ എന്നിവരെല്ലാം സബാൾട്ടൺ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. തൊഴിലാളി വർഗം, കർഷകർ, ആദിവാസികൾ, മറ്റു പാർശ്വവൽകൃത ജനവിഭാഗങ്ങൾ എന്നിവരെല്ലാം ഈ വിഭാഗത്തിൽപ്പെടുന്നു. സാംസ്കാരിക ഹെജിമണി, കൾച്ചറൽ ഹെജിമണി എന്ന് പറയും. ഗ്രാംഷിയുടെ ഏറ്റവും പ്രശസ്തമായ സിദ്ധാന്തമാണ് സാംസ്കാരികമായ ഹെജിമണി അഥവാ ആധിപത്യം എന്നത്. ഭരണവർഗം കേവലം കായിക ശക്തിയോ പോലീസിനെയോ പട്ടാളത്തെയോ മാത്രം ഉപയോഗിച്ചല്ല ഭരണം നടത്തുന്നത്. ഭരണവർഗം കേവലം കായിക ശക്തിയോ പോലീസിനെയോ പട്ടാളത്തെയോ മാത്രം ഉപയോഗിച്ചല്ല ഭരണം നടത്തുന്നത്. പകരം തങ്ങളുടെ പ്രത്യയശാസ്ത്രത്തെയും മൂല്യങ്ങളെയും സമൂഹത്തിലെ മുഴുവൻ ആളുകളുടെയും പൊതുബോധമായി മാറ്റി നിർബന്ധിതമല്ലാത്ത സമ്മതി നിർമ്മിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കോമൺ സെൻസായി മാറ്റി നിർബന്ധിതമല്ലാത്ത കൺസെൻറ്റ് നിർമ്മിച്ചെടുക്കുന്നു. അപ്പോൾ തങ്ങളുടെ പ്രത്യയശാസ്ത്രത്തെയും മൂല്യങ്ങളെയും സമൂഹത്തിലെ മുഴുവൻ ആളുകളുടെയും പൊതുബോധമായി മാറ്റി നിർബന്ധിതമല്ലാത്ത സമ്മതി നിർമ്മിച്ചെടുക്കുന്നു. ഈ സമ്മതി നിർമ്മിക്കുന്നതിലൂടെ കീഴാള വിഭാഗങ്ങൾ തങ്ങൾ ചൂഷണം ചെയ്യപ്പെടുകയാണെന്ന് തിരിച്ചറിയാതെ അതീശവർഗ മൂല്യങ്ങളെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഈ സമ്മതി നിർമ്മിക്കുന്നതിലൂടെ കീഴാള വിഭാഗങ്ങൾ തങ്ങൾ ചൂഷണം ചെയ്യപ്പെടുകയാണ് എന്ന് തിരിച്ചറിയാതെ അതീശവർഗ മൂല്യങ്ങളെ സ്വീകരിക്കപ്പെടുന്നു. ഇനി കീഴാളവർഗത്തിൻ്റെ ചരിത്രം നോക്കാം. കീഴാരുടെ ചരിത്രം എപ്പോഴും അട്ടിമറിക്കപ്പെട്ടതും ചിന്നിച്ചിതറിയതുമാണ് എന്ന് ഗ്രാംഷി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കീഴാരുടെ ചരിത്രം എപ്പോഴും
അട്ടിമറിക്കപ്പെട്ടതാണ്, ചിന്നിച്ചിതറിയതുമാണ്. ചരിത്രരചനകൾ എപ്പോഴും ഭരണവർഗത്തിൻ്റെ വിജയം മാത്രമാണ് രേഖപ്പെടുത്തുന്നത്. ചരിത്രരചനകൾ നോക്കുമ്പോൾ അവിടെ എപ്പോഴും ഭരണവർഗത്തിൻ്റെ വിജയം മാത്രമാണ് കാണുന്നത്. കീഴാളരുടെ അനുഭവങ്ങളോ പ്രതിരോധങ്ങളോ ചരിത്രത്തിൽ ഇടം പിടിക്കുന്നില്ല. കീഴാളരുടെ അനുഭവങ്ങളോ പ്രതിരോധങ്ങളോ ചരിത്രത്തിൽ ഇടം പിടിക്കാറില്ല. അതിനാൽ കീഴാളരുടെ ചരിത്രത്തെ വീണ്ടെടുക്കേണ്ടത് അനിവാര്യമാണെന്ന് അദ്ദേഹം വാദിക്കുന്നു. അതുകൊണ്ട് കീഴാളരുടെ ചരിത്രത്തെ വീണ്ടെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ബുദ്ധിജീവി സങ്കല്പം. കീഴാളരുടെ മോചനത്തിന് ബുദ്ധിജീവികളുടെ പങ്ക് വലുതാണ് എന്ന് അദ്ദേഹം കരുതുന്നു. കീഴാളരുടെ മോചനത്തിന് ബുദ്ധിജീവികളുടെ പങ്ക് വളരെ വലുതാണ്. അദ്ദേഹം ബുദ്ധിജീവികളെ രണ്ടായി തിരിച്ചു. ഒന്ന് ട്രഡീഷണലും മറ്റൊന്ന് ഓർഗാനിക്കുമാണ്. പരമ്പരാഗത ബുദ്ധിജീവികളും ജൈവ ബുദ്ധിജീവികളും. നിലവിലുള്ള ഭരണവർഗത്തിന് അനുകൂലമായി പ്രവർത്തിക്കുകയും പഴയ വ്യവസ്ഥയെ നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നവരാണവർ. നിലവിലുള്ള ഭരണവർഗത്തിന് അനുകൂലമായി പ്രവർത്തിക്കുന്നു, പഴയ വ്യവസ്ഥയെ നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തേത് ജൈവ ബുദ്ധിജീവികളാണ്. ഒരു പ്രത്യേക സാമൂഹിക വർഗത്തിൽ നിന്ന്, പ്രത്യേകിച്ച് കീഴവർഗത്തിൽ നിന്നായിരിക്കാം വളർന്നു വരുന്ന ബുദ്ധിജീവികൾ. ഇവർ സ്വന്തം വർഗത്തിൻ്റെ അനുഭവങ്ങളെയും ആവശ്യങ്ങളെയും കുറിച്ച് അവബോധമുള്ളവരായിരിക്കും. ഇവർ സ്വന്തം വർഗത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചും ആവശ്യങ്ങളെക്കുറിച്ചും അവബോധമുള്ളവരാണ്. കീഴാളരെ സംഘടിപ്പിക്കാനും ഹെജിമണിക്കെതിരെ പോരാടാനും ജൈവ ബുദ്ധിജീവികൾക്ക് സാധിക്കും. കീഴാളരെ സംഘടിപ്പിക്കുക, അതുപോലെ ഹെജിമണിക്കെതിരെ പോരാടാനും ഈ ബുദ്ധിജീവികൾക്ക് സാധിക്കും. പ്രതി ആധിപത്യം, കൗണ്ടർ ഹെജിമണിയാണത്. ഭരണവർഗത്തിൻ്റെ സാംസ്കാരിക ആധിപത്യത്തെ തകർക്കാൻ കീഴവർഗം സ്വന്തമായൊരു പ്രതി ആധിപത്യം, കൗണ്ടർ ഹെജിമണി കെട്ടിപ്പടുക്കുന്നുണ്ട്. ഭരണവർഗത്തിൻ്റെ സാംസ്കാരിക ആധിപത്യത്തെ തകർക്കാൻ കീഴവർഗം സ്വന്തമായൊരു പ്രതി ആധിപത്യം കെട്ടിപ്പടുക്കുന്നു. സാംസ്കാരികവും ആശയപരവുമായ സമരങ്ങളിലൂടെ മാത്രമേ ഈ വിപ്ലവം സാധ്യമാകൂ എന്നാണ് ഗ്രാംഷി വാദിച്ചത്. സാംസ്കാരികവും ആശയപരവുമായ സമരങ്ങളിലൂടെ മാത്രമേ ഈ വിപ്ലവം സാധ്യമാകുന്നു എന്ന് അദ്ദേഹം വാദിച്ചു. സൗത്ത് ഏഷ്യൻ സബാൾട്ടൻ സ്റ്റഡീസിൽ ഗ്രാംഷിയുടെ സ്വാധീനം. 1980കളിൽ രഞ്ജിത്ത് ഗുഹയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച സബാൾട്ടൻ സ്റ്റഡീസ് ഗ്രൂപ്പ് ഗ്രാംഷിയുടെ ആശയങ്ങളെയാണ് അടിസ്ഥാനമാക്കിയത്. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ കർഷകരുടെയും ആദിവാസികളുടെയും പങ്കിനെ പുനർവായിക്കാൻ ഗ്രാംഷിയുടെ സബാൾട്ടൻ സിദ്ധാന്തങ്ങൾ അവർ ഉപയോഗിക്കുകയുണ്ടായി. അന്റോണിയോ ഗ്രാംഷിയുടെ സബാൾട്ടൻ ചിന്തകൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ചരിത്രത്തെയും വർത്തമാനത്തെയും പഠിക്കാനുള്ള ശക്തമായ ഉപകരണമായി മാറി. സാഹിത്യത്തിലും സാംസ്കാരിക പഠനങ്ങളിലും കീഴാള ശബ്ദങ്ങളെ അടയാളപ്പെടുത്താൻ ഗ്രാംഷിയുടെ സിദ്ധാന്തങ്ങൾ ഇന്നും വലിയ പ്രചോദനമാണ്. അടുത്ത ചോദ്യം, പരിസ്ഥിതിവാദത്തിൻ്റെ അടിത്തറ എന്ത്? സാഹിത്യത്തിൽ അത് എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് വിലയിരുത്തുക. 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന പകുതിയിൽ മാനവിക വിഷയങ്ങളിലും സാഹിത്യ വിമർശനത്തിലും ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് പരിസ്ഥിതിവാദം അല്ലെങ്കിൽ ഇക്കോ ക്രിറ്റിസിസം എന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന പകുതിയിൽ മാനവിക വിഷയങ്ങളിലും സാഹിത്യ വിമർശനത്തിലും ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് ഇക്കോ ക്രിറ്റിസിസം. മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള ലോകവീക്ഷണത്തിനു പകരം പ്രകൃതി കേന്ദ്രീകൃതമായ ലോകവീക്ഷണം മുൻനിർത്തി സാഹിത്യത്തെയും സംസ്കാരത്തെയും പുനർവായന നടത്തുകയാണ് പരിസ്ഥിതി വിമർശനം ചെയ്യുന്നത്. ഇവിടെ മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള ലോകവീക്ഷണത്തിന് പകരം പ്രകൃതി കേന്ദ്രിതമായിട്ടുള്ള എക്കോസെൻട്രിക് ആയിട്ടുള്ള ലോകവീക്ഷണമാണ് നടത്തുന്നത്. ഇത് സാഹിത്യത്തെയും സംസ്കാരത്തെയും ഇതിലൂടെ പുനർവായിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. പരിസ്ഥിതിവാദത്തിൻ്റെ അടിത്തറ. പരിസ്ഥിതിവാദത്തിൻ്റെ സൈദ്ധാന്തിക അടിത്തറ പ്രധാനമായും എന്തിനെയെല്ലാമാണ് ആശ്രയിച്ചിരിക്കുന്നത് നോക്കാം. മനുഷ്യനാണ് ലോകത്തിൻ്റെ കേന്ദ്രം എന്നും പ്രകൃതി മുഴുവൻ മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കായി സൃഷ്ടിക്കപ്പെട്ടതാണെന്നുമുള്ള പരമ്പരാഗത ചിന്തയെ ഇക്കോ ക്രിറ്റിസിസം തള്ളിക്കളയുന്നു. മനുഷ്യനാണ് ലോകത്തിൻ്റെ കേന്ദ്രമെന്നും പ്രകൃതി മുഴുവൻ മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കായി സൃഷ്ടിക്കപ്പെട്ടതാണെന്നുമുള്ള പരമ്പരാഗത ചിന്താഗതിയെ ഇക്കോ ക്രിറ്റിസിസം തള്ളിക്കളയുന്നു. മനുഷ്യനും പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങളും സസ്യങ്ങളും അടങ്ങുന്ന വ്യവസ്ഥയ്ക്ക് തുല്യ പ്രാധാന്യമാണ് എന്ന ആശയം കൊണ്ടുവരുന്നു. മനുഷ്യനും പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങളും സസ്യങ്ങളും അടങ്ങുന്ന വ്യവസ്ഥയ്ക്ക് തുല്യ പ്രാധാന്യമാണ് ഉള്ളത് എന്ന ആശയം, അതായത് ജൈവ കേന്ദ്രീകൃതമാണത്. മറ്റൊന്ന് റേച്ചൽ കേഴ്സൻ്റെ നിശബ്ദ വസന്തത്തെക്കുറിച്ച് നോക്കാം. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ അടിത്തറയായി കണക്കാക്കുന്നത് റേച്ചൽ കേഴ്സൻ്റെ സൈലന്റ് സ്പ്രിംഗ് എന്ന കൃതിയാണ്. ആധുനിക
പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ അടിത്തറയാണ് റേച്ചൽ കേഴ്സൻ്റെ സൈലന്റ് സ്പ്രിംഗ്. കീടനാശിനികൾ DDT പോലുള്ളവയുടെ ഉപയോഗം പ്രകൃതിക്കും ജീവജാലങ്ങൾക്കും ഉണ്ടാകുന്ന വിനാശകരമായ ആഘാതങ്ങൾ ഈ പുസ്തകത്തിലൂടെ തുറന്നു കാട്ടുന്നു. ആഴത്തിലുള്ള പരിസ്ഥിതിവാദം, ഡീപ്പ് എക്കോളജി. ആർനെയ്സ് മുന്നോട്ട് വെക്കുന്ന ഈ ആശയം പ്രകൃതിക്ക് മനുഷ്യൻ്റെ ഉപയോഗത്തിനപ്പുറം സ്വത്വസിദ്ധമായ മൂല്യമുണ്ട് എന്ന് വാദിക്കുന്നു. പ്രകൃതിക്ക് മനുഷ്യൻ്റെ ഉപയോഗത്തിനപ്പുറം സ്വത്വസിദ്ധമായിട്ടുള്ളൊരു മൂല്യമുണ്ട് എന്നാണ് വാദിക്കുന്നത്. എക്കോ ഫെമിനിസം നോക്കാം. പ്രകൃതിക്ക് മേലുള്ള മനുഷ്യൻ്റെ ആധിപത്യവും സ്ത്രീകൾക്ക് മേലെയുള്ള പുരുഷാധിപത്യവും ഒരേ ചൂഷണവ്യവസ്ഥയുടെ ഭാഗമാണ് എന്ന് ഫ്രാൻസോസ് ദ ബോൺ പറയുന്നു. പ്രകൃതിക്ക് മേലുള്ള മനുഷ്യൻ്റെ ആധിപത്യവും സ്ത്രീകൾക്ക് മേലെയുള്ള പുരുഷാധിപത്യവും ഒരേ ചൂഷണവ്യവസ്ഥയുടെ ഭാഗമാണെന്നാണ് ഫ്രാൻസോസ് ദ ബോൺ അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ വന്ദന ശിവയും ഈ ചിന്തകൾ തന്നെയാണ് പറയുന്നത്. വന്ദന ശിവയുടെ ചിന്തയും ഇതുതന്നെയാണ്. സാഹിത്യത്തിൽ പരിസ്ഥിതി വിമർശനത്തിൻ്റെ ആവിർഭാവം 1990-കളിൽ ഷെറിൻ ഗോഡ്ഫെൽറ്റി, ഹരോൾഡ് ഫോം എന്നിവർ ചേർന്ന് എഡിറ്റ് ചെയ്ത ദ എക്കോ ക്രിറ്റിസിസം റീഡർ എന്ന പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണത്തോടെയാണ് പരിസ്ഥിതി വിമർശനം സാഹിത്യത്തിൽ ഒരു പ്രധാന പഠനശാഖയായി അംഗീകരിക്കപ്പെടുന്നത്. പ്രധാനപ്പെട്ട പുസ്തകമാണ് ദ എക്കോ ക്രിറ്റിസിസം റീഡർ എന്നത്. സാഹിത്യവും ഭൗതിക പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പഠനമാണ് എക്കോ ക്രിറ്റിസിസം എന്ന് ഗോഡ്ഫെൽറ്റി നിർവചിക്കുന്നുണ്ട്. സാഹിത്യവും ഭൗതിക പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പഠനമാണ് എക്കോ ക്രിറ്റിസിസം എന്നാണ് അവർ പറയുന്നത്. ലോക സാഹിത്യത്തിലെ സ്വാധീനം. റൊമാൻറ്റിക് പ്രസ്ഥാനം. വേർഡ്സ്വർത്ത്, ഷെല്ലി, കീറ്റ്സ് തുടങ്ങിയ കവികളുടെ കൃതികളിൽ പ്രകൃതി ഒരു ആത്മീയ സങ്കേതമായി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഹെൻറി ഡേവിഡ് അദ്ദേഹത്തിൻ്റെ വാൾഡൻ എന്ന കൃതിയിലൂടെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ആധുനിക വ്യവസായവൽക്കരണത്തിൻ്റെ ദോഷങ്ങളും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ദ വാൾഡൻ എന്ന കൃതിയിലൂടെ ഹെൻറി ഡേവിഡ് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ആധുനിക വ്യവസായവൽക്കരണത്തിൻ്റെ ദോഷങ്ങളും അദ്ദേഹം എടുത്തു പറയുന്നു. പരിസ്ഥിതി നാശം മൂലം ഭൂമിക്കുണ്ടാകുന്ന പ്രളയവും വരൾച്ചയും പ്രമേയമാകുന്ന പുതിയ സാഹിത്യ ശാഖ ലോക സാഹിത്യത്തിൽ ശക്തിപ്പെടുകയുണ്ടായി. പരിസ്ഥിതി നാശം മൂലം ഭൂമിക്കുണ്ടാകുന്ന പ്രളയവും വരൾച്ചയും പ്രമേയമാകുന്ന പുതിയ സാഹിത്യശാഖയാണ് ഡിസ്റ്റോപ്പിയൻ ആൻഡ് ക്ലൈമറ്റ് ഫിക്ഷൻ എന്നത്. ഡിസ്റ്റോപ്പിയൻ ആൻഡ് ക്ലൈമറ്റ് ഫിക്ഷൻ. ഉദാഹരണത്തിന് അമിതാവ് ഘോഷിൻ്റെ ദ ഹംഗ്രി ടൈഡ്, ഗൺ ഐലൻഡ് എന്നിവയെല്ലാം ഇത് ഉദാഹരണമാണ്. മലയാള സാഹിത്യവും പരിസ്ഥിതിവാദവും നോക്കാം. മലയാള സാഹിത്യത്തിൽ ആരംഭകാലം മുതൽ തന്നെ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ആധുനിക പരിസ്ഥിതി ബോധം സാഹിത്യത്തെ വൻതോതിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് കാണാം. സൈലന്റ് വാലി പ്രസ്ഥാനവും കവിതയും. 1970-കളിൽ സൈലന്റ് വാലി വനം സംരക്ഷിക്കുന്നതിന് വേണ്ടി നടന്ന സമരം മലയാള കവിതയെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. സുഗതകുമാരി, വിഷ്ണുനാരായണ നമ്പൂതിരി, കടമനിട്ട തുടങ്ങിയവരുടെ കവിതകൾ ഇതിന് ഉദാഹരണമാണ്. സുഗതകുമാരിയുടെ മരത്തിന് സ്തുതി പരിസ്ഥിതി കവിതകളുടെ കൊടുമുടിയാണ് എന്ന് പറയാം. NV കൃഷ്ണവാര്യരും കവിതയും ആഫ്രിക്ക, എലിപ്പനി തുടങ്ങിയ കവിതകളുടെ ആധുനിക നഗരവൽക്കരണവും പരിസ്ഥിതി നാശവും അദ്ദേഹം വരച്ചു കാട്ടുന്നുണ്ട്. നോവലുകളിലെ പരിസ്ഥിതി ആവിഷ്കാരം നോക്കുകയാണെങ്കിൽ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതികളിൽ നമുക്ക് പരിസ്ഥിതി വരുന്നത് കാണാൻ സാധിക്കും. ഭൂമിയുടെ അവകാശികൾ എന്ന ചെറുകഥയിൽ മനുഷ്യന് മാത്രമായി ഭൂമിയിൽ അവകാശമില്ല എന്നും പക്ഷികൾക്കും ഉറുമ്പുകൾക്കും ഇഴജന്തുക്കൾക്കും തുല്യ അവകാശമുണ്ടെന്ന് അദ്ദേഹം ലളിതമായി പ്രഖ്യാപിക്കുന്നുണ്ട്. തകഴി ശിവശങ്കരപ്പിള്ളയുടെ തോട്ടിയുടെ മകൻ, രണ്ടിടങ്ങഴി, വെള്ളപ്പൊക്കത്തിൽ തുടങ്ങിയ കുട്ടനാടൻ കഥകളിൽ കുട്ടനാടൻ കായൽ പരിസ്ഥിതിയും മനുഷ്യജീവിതവും തമ്മിലുള്ള ബന്ധം ചിത്രീകരിക്കുന്നുണ്ട്. വൈശാഖൻ, അംബികാസുധൻ മങ്ങാട് എന്നിവരുടെ കൃതികളിലുമെല്ലാം പരിസ്ഥിതി പ്രധാന കഥാപാത്രമായി വരുന്നത് കാണാൻ സാധിക്കും. അംബികാസുധൻ മങ്ങാടിൻ്റെ എൻമഗജയിൽ എൻഡോസൾഫാൻ ദുരന്തം വിതച്ച കാസർഗോഡ് ഗ്രാമത്തിലെ മനുഷ്യരുടെയും പ്രകൃതിയുടെയും ദുരന്തം വരച്ചു കാട്ടുകയാണ്. ആധുനികാനന്തര കഥകളിൽ പ്രകൃതി ചൂഷണത്തിൻ്റെ പ്രത്യയശാസ്ത്രങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് സന്തോഷ് കുമാറിൻ്റെ കഥകളിൽ കാണാൻ സാധിക്കും. ആധുനികാനന്തര സാഹിത്യ സിദ്ധാന്തങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 ഉപന്യാസ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റുമൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ പേപ്പറിൻ്റെ മറ്റൊരു ചോദ്യപേപ്പറുമായി
അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഒരിക്കൽ കൂടി ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് കേട്ടോ.